ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് ഒരു ജപ്പാനീസ് കാരുടെ ഒരു സ്കിൻ വൈറ്റനിങ് പാക്കാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നത് പോലെ ഇത്രയും കളർ കിട്ടുമെന്നുള്ളത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ സ്കിൻ വൈറ്റനിങ്ങിന് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ അരിപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതും എത്രത്തോളം റിസൾട്ട് കിട്ടും എന്നുള്ളതും നിങ്ങൾക്ക് ലൈവായിട്ട് വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് അപ്ലൈ ചെയ്യാന്നുള്ളതെല്ലാം നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പറഞ്ഞ പോലെ തന്നെ അരിപ്പൊടി പച്ചരിപ്പൊടിയാണ് വേണ്ടത്. വറുക്കാത്ത പച്ചരിപ്പൊടി 1 ടേബിൾ സ്പൂൺ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തന്നെ കോൺഫ്ലവറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ കോൺഫ്ലവർ, പച്ചരിപ്പൊടി, തൈര്, ഇത് മൂന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തൈര് കുറവ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി തൈര് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തൈരിന് പകരം നിങ്ങൾക്ക് പാല് വേണമെങ്കിലും യൂസ് ചെയ്യാം. തൈരോ പാലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ക്രീമി പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതെൻ്റെ കയ്യിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ 2 കൈയും വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് ശരിക്കും മനസ്സിലാവുന്നതായിരിക്കും. അത് നമ്മൾ മുഖം നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. മുഖം അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഇത് ശരീരത്തിലെ എല്ലാ ഭാഗത്തും നമുക്ക് യൂസ് ചെയ്യാം. പ്രൈവറ്റ് പാർട്സിലൊന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എവിടെയാണോ നമ്മൾ വൈറ്റൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് 2 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. പിന്നെ അരിപ്പൊടി എപ്പം ഫൈനായിട്ടുള്ള അരിപ്പൊടി എടുക്കാൻ വേണ്ടി സൂക്ഷിക്കുക. വറുക്കാത്ത പച്ചരിപ്പൊടിയാണ് വേണ്ടത്. വറുത്ത പൊടിയാണ് വേണ്ടതെന്ന് മുന്നേ ഉള്ള ഒരുപാട് വീഡിയോസിൽ ആൾക്കാർ ചോദിക്കാറുണ്ട്. വറുക്കാത്ത പച്ചരിപ്പൊടിയാണ് സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത് ഞാൻ 2 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. 2 മിനിറ്റ് മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ അരമണിക്കൂറെങ്കിലും ഇത് ഫേസിൽ ഇങ്ങനെ വെക്കണം കേട്ടോ. അരമണിക്കൂറെങ്കിലും ഫേസിൽ വെച്ചാലാണ് ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാകുക. ഇല്ലാന്നാണെങ്കിൽ ഡ്രൈ ആയതിന് ശേഷം, നിങ്ങൾക്ക് സമയം ഇല്ലയെന്നാണെങ്കിൽ ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് കൈക്കളയാം. അപ്പോൾ ഞാനിതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് സാധാ വെള്ളത്തിൽ കഴുകാം. അപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയതിന് ശേഷം ഞാനൊന്ന് കൈകൊണ്ട് ആ ഒരു അരിപ്പൊടി ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മുഖത്തൊന്നും അങ്ങനെ തന്നെ സോഫ്റ്റായിട്ട് തട്ടി കൊടുക്കുക കേട്ടോ. ഹാർഡായിട്ട് ചെയ്യരുത്. ഹാർഡായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്ന് നല്ലോണം വേദന എടുക്കും. അപ്പോൾ ഒന്ന് തട്ടി കൊടുക്കുക. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് വരുന്ന ആ ഒരു ഗ്ലോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ഫസ്റ്റ് കണ്ടതുപോലെ വൈറ്റ് വാഷ് അടിച്ച പോലത്തെ വൈറ്റ് കളറൊന്നും ഒരിക്കലും വരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ എത്ര നിറം കുറഞ്ഞവരാണെങ്കിലും അവരുള്ള നിറത്തിനേക്കാളും 1-2 ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഫസ്റ്റ് യൂസ് തന്നെ സഹായിക്കുന്നുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് ആയിരിക്കുന്നതാണ് ഇത് ചെയ്ത് നോക്കിയ പലരുടെയും അഭിപ്രായം കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സാധനം തന്നെയാണ്. വെറും 3 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ കോൺഫ്ലവർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ തൈരിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് പാൽ വേണമെങ്കിലും എടുക്കുക. ആദ്യം മുഖത്തുനിന്ന് അരിപ്പൊടി തട്ടി കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ സാധാരണ വെള്ളത്തിൽ ഒന്ന് മസാജ് ചെയ്ത് കൈ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കഴുകുന്ന സമയത്ത് തന്നെ നമ്മുടെ മുഖത്തേക്ക് നല്ലൊരു ഗ്ലോ, സോഫ്റ്റ്നെസ്, അതേപോലെ കളർ എല്ലാം വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിനി ഒന്ന് തുടച്ചിട്ട് കാണിച്ചു തരാം. എൻ്റെ 2 കൈയും തമ്മിൽ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ശരിക്കും നല്ലൊരു റിസൾട്ട് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വെറും 3 സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അതിൽ കോൺഫ്ലവർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അതേപോലെ തന്നെ തൈരിന് പകരം പാലെടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.